നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെങ്കടലായി കുളപ്പള്ളി നഗരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് കുളപ്പള്ളിയിൽ പ്രൗഢഗംഭീര സ്വീകരണം. കേരളത്തിൽ VD സതീശൻ കോലിബി ജമാഅത്തെ സഖ്യത്തിന്റെ കോർഡിനേറ്ററാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. AICCയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയെന്നും KC. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നും KC വേണുഗോപാൽ. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും AICC ജനറൽ സെക്രട്ടറി. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങളെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും EN സുരേഷ് ബാബു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് CPM സർക്കാരുമെന്നും എന്നാൽ പ്രതിപക്ഷം വർഗീയത എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. പൂരം കലക്കൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഇതിനു പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും മന്ത്രി K രാജൻ. സുനിൽകുമാറാണ് പൂരം കലക്കിയതിന് പിന്നിലെന്നും ഗോപാലകൃഷ്ണൻ. കമ്മീഷണറെയും ADGPയെയും സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും താനാണ് ഒന്നാം പ്രതിയെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനില്ലെന്നും അനാവശ്യ വിവാദമുണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്താൻ താനില്ലെന്നും മന്ത്രി K രാജൻ. വാർത്തകൾ വിശദമായി. ചെങ്കടലായി കുളപ്പള്ളി നഗരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് കുളപ്പള്ളിയിൽ ലഭിച്ചത്. കേരളത്തിൽ VD സതീശൻ കോലിബി ജമാഅത്തെ സഖ്യത്തിന്റെ കോർഡിനേറ്ററാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. BJPയുമായി അന്തർധാരയുണ്ടാക്കിയാണ് VD സതീശൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നതെന്നും കോൺഗ്രസ്, ലീഗ്, BJP, ജമായത്തെ ഇസ്ലാമി കോർഡിനേറ്റർ ആയാണ് ഇപ്പോഴത്തെ പ്രവർത്തനമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ജമായത്തെ ഇസ്ലാമിയും RSSും സമൂഹത്തിൽ വർഗീയത കലർത്തുന്നു. ഇത് തുടർന്നാൽ കേരളമുണ്ടാകില്ലെന്നും വർഗീയതയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിശ്വാസത്തെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ വർഗീയതയെ തുരത്താനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ നമുക്ക് പ്രതിരോധിക്കാനാവൂ. ആ വർഗീയ പ്രതിരോധ ശേഷിയുള്ള വിശ്വാസി സമൂഹത്തെ ചേർത്ത് നമുക്ക് ഈ കേരളത്തിൽ വർഗീയതക്കെതിരായി പൊരുതാം എന്നാണ് ഈ ജാഥ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പൊരുതുന്നില്ലെങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല എന്ന ദുരന്തം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയും ചെയ്യും. ഇനി നമുക്ക് ഈ ജാഥക്ക് തൊട്ട് പിറകിലായി ഒരു ജാഥ വരുന്നുണ്ട്. VD സതീശന്റെ നുണജാഥ. രാവിലെ എഴുന്നേറ്റ ഉടനെ നുണ പറയാൻ തുടങ്ങി. വേറെ ഒരു പരിപാടിയും പറയുന്നില്ല, നുണ മാത്രം. അത് ഓരോ ദിവസവും ഓരോന്നായിട്ടാണ് പറയുക. ഇന്നലെ പറഞ്ഞു തീവ്ര വലതുപക്ഷമാണ് CPIM വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാവർക്കും അനുഭവവേദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മുതലാളിമാരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്, ഇപ്പോഴും BJP. രണ്ടും ഒരേ വാർത്തയും. വലതുപക്ഷം മാത്രമല്ല, ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെ, ഭൂപ്രഭുത്വത്തിൻ്റെ, സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തിയുടെ താല്പര്യം സംരക്ഷിക്കുന്നവരാണ് കോൺഗ്രസും BJP. സംസ്ഥാനത്ത് CPM നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. MR മുരളി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മന്ത്രി MP രാജേഷ്, ജാഥ അംഗങ്ങളായ KS സലീഖ, P സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, P ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി കെ.സി. വേണുഗോപാൽ. AICC-യാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നും കെ.സി. പറഞ്ഞു. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണെന്നും കെ.സി. കൂട്ടിച്ചേർത്തു. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിൽ മത്സരിച്ചു വരുന്നവരുടെ യോഗം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് AICC-യാണ്. കേരളത്തിൽ നിന്നും കൊടുക്കുന്ന പട്ടിക നോക്കിയാണ് സ്ഥാനാർത്ഥി നടത്തുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ സംഗമം കെ.എം. മഹലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇപ്പോൾ UDF-ന് അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ വസ്തുക്കൾ തന്നെ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ട് കഴിഞ്ഞു. കാർഷിക മേഖലയിലും ഇടതുപക്ഷ സർക്കാർ കനത്ത തിരിച്ചടിയാണ് നൽകിയത്. കർഷകർ കൃഷി പോലും ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇടതുപക്ഷം സംജാതമാക്കിയിരിക്കുന്നത്. സംഭരിച്ച നെല്ലിന് പോലും അർഹമായ വില ലഭിക്കുന്നില്ല. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ കർഷകരുടെ താൽപ്പര്യം സംരക്ഷിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷി ചെയ്യുന്നത് തന്നെ കുറ്റകരമായാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രവും കേരളവും ഒക്കെ ഭരണമുണ്ടായാലും അടിസ്ഥാനപരമായി നമ്മുടെ ഗ്രാമത്തെ ബാധിക്കുന്ന, നഗരങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മൗലികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ തന്നെയാണ്. അപ്പൊ ആ ബോഡികളിൽ ഒന്നിനും സ്ഥാനമില്ലാതെ പോയാൽ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമുക്ക് നിലനിൽക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അപ്പോൾ അതൊരു സെമി ഫൈനൽ ആയിരുന്നു എന്നുള്ള പറയാറുണ്ട്. ഫുട്ബോൾ മത്സരത്തിലൊക്കെ കാണുന്നത് സെമി ഫൈനൽ. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ 10 വർഷക്കാലത്തോളമുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തോട് ഏറ്റവും കൂടുതൽ അമർഷമുള്ള ജനവിഭാഗം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും വിജയിപ്പിക്കാൻ രംഗത്ത് വന്നു. അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ 14 ജില്ലകളിലും നമുക്ക് മുന്നേറ്റം ഉണ്ടായി. ചില ജില്ലകളിൽ അത് വൺ സൈഡ് വിക്ടറി ആയിട്ട് നമുക്ക് മലപ്പുറത്തൊന്നും എതിരാളികളില്ല. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ അതുപോലെ തന്നെയാണ്. അപ്പൊ മറ്റു ജില്ലകളിലും നില നന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിട്ട് മാറി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം സീറ്റുകളിലേക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുന്നവർ ആയിരിക്കണം ജനപ്രതിനിധികളെന്നും കെ.സി. വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. VK ശ്രീകണ്ഠൻ MP, KPCC വൈസ് പ്രസിഡന്റുമാരായ VT ബൽറാം, രമ്യ ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ C. ചന്ദ്രൻ, KA തുളസി, നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, സെക്രട്ടറിമാരായ P. ബാലഗോപാൽ, PV രാജേഷ്, P. ഹരിഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങളാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് സർക്കാരും CPM-ഉം എന്നും, എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല. സ്പോൺസർഷിപ്പിലൂടെയാണ് അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ചതെന്നും മുൻ പ്രസിഡന്റ് പ്രശാന്ത് കണക്ക് സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനകത്ത് രാജ്യത്ത് എല്ലാ മേഖലയിലും ഒന്നാമതാവുന്ന തരത്തിലാണ് കേരളത്തിൻ്റെ വികസനം നടന്നത്. മുണ്ടക്കൈ ചുവരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ 1 രൂപ പോലും തരാതിരുന്നിട്ടും അവിടെ ടൗൺഷിപ്പ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള കള്ളപ്രചരണം, അതുപോലെ CPM-നെ ഒറ്റുതിരിഞ്ഞ് ആക്രമിക്കാനുള്ള കണ്ണൂരിലെ ധനരാജ് രക്തസാക്ഷിയുടെ ഫണ്ട് വിവാദം,
ഇത്തരം കാര്യങ്ങളല്ല ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണക്ക് അതിലാകെ വലിയ വെട്ടിപ്പാണ് എന്നുള്ള വ്യാപകമായ പ്രചാരവേല, ഇതെല്ലാം ഇപ്പോൾ നിലവിൽ ആ അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത് തന്നെ വളരെ കൃത്യമായി വെളിപ്പെടുത്തി കഴിഞ്ഞു. ദേവസ്വം ബോർഡിൻ്റെ 5 നയാ പൈസ പോലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കേണ്ടി വന്നില്ല. 3 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത്. ആ 3 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് 5 നയാ പൈസ എടുക്കേണ്ടി വന്നില്ല എന്നുള്ളത് കണക്ക് നിരത്തിക്കൊണ്ട് തന്നെ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം പോലും ഒരു ദുരന്ത കാലഘട്ടങ്ങളിൽ പോലും തരില്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും നാം കണ്ടത്. ചൂരൽമലയിലും മുണ്ടക്കൈയിലും 1 രൂപയുടെ സഹായം രാജ്യത്തെ ഗവൺമെൻറ് BJP ഗവൺമെൻറ് തരാതിരുന്നിട്ടും LDF ആ ദുരന്തത്തിന് ശേഷം പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് എന്നത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെയെല്ലാം രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തെ നേരിടാൻ പാകത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അതിനെയെല്ലാം മറികടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 3ാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് പാർട്ടിയും സർക്കാരും പ്രവർത്തിക്കുന്നത്. CPM സർക്കാരും വികസനം ഉയർത്തിക്കാണിച്ചാണ് ജനങ്ങളിലെത്തുന്നത്. എന്നാൽ പ്രതിപക്ഷം വർഗീയത പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ BJP നയം തന്നെയാണ് UDFും സ്വീകരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ വിജയത്തിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടപ്പാക്കി കഴിഞ്ഞുവെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂരം കലക്കൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഇതിനു പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും മന്ത്രി K രാജനും സുനിൽകുമാറുമാണ് പൂരം കലക്കിയതിന് പിന്നിലെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കമ്മീഷണറെയും ADGPയെയും സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും B ഗോപാലകൃഷ്ണൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ആ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഭാരവാഹികളെയും വിശ്വാസികളുമാണ് പോലീസ് തല്ലിയത്. വാദിയാണ് വാസ്തവത്തിൽ തിരുവമ്പാടി ദേവസ്വം. ഇതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ട വ്യക്തമാണ്. പൂരം കലക്കിയതിന് പിന്നിൽ മന്ത്രി K രാജനും സുനിൽകുമാറുമാണ്. സുനിൽകുമാർ ഇപ്പോൾ എല്ലാ കുറ്റവും കലക്ടറുടെ മേൽ ചാരുകയാണ്. ഇതിനു മുൻപ് ADGPക്കെതിരെയായിരുന്നു സുനിൽകുമാറിൻ്റെ ആരോപണം. മന്ത്രി K രാജനും VS സുനിൽകുമാറുമാണ് പൂരം അട്ടിമറിച്ചത്. ഇവരെ പ്രതി ചേർത്ത് കേസെടുക്കണം. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർത്തുകൊണ്ട് ഇങ്ങനൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമാണ്. റിപ്പോർട്ട് തയ്യാറാക്കിയത് കൊണ്ടാണത് പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വെളിയിൽ വിടാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്, അന്വേഷണ കമ്മീഷനുണ്ട്. അതുകൊണ്ട് ആ റിപ്പോർട്ട് അവർ വെളിയിൽ വിടണം. 1. 2, വാദിയെയാണ് ഇവിടെ പ്രതിയാക്കിയിരിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ വാദിയെ പ്രതിയാക്കുന്ന ഈ സമീപനം, ആരാ വാദി? തിരുവമ്പാടി ദേവസ്വമാണ് വാദി. തിരുവമ്പാടി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരെയും ദേവസ്വത്തിലെ ചുമതലപ്പെട്ടവരെയും തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആ ഭാഗത്തുള്ള ക്ഷേത്ര വിശ്വാസികളുമാണ് പോലീസ് തല്ലിയത്. കമ്മീഷണറെയും ADGPയെയും ഇപ്പോൾ സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണ്. തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണം. അല്ലാത്തപക്ഷം BJP ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം കലക്കൽ അന്വേഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്ന് മന്ത്രി K രാജൻ. താനാണ് 1ാം പ്രതിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പ്രതികരിക്കാൻ ഇല്ലെന്നും അനാവശ്യ വിവാദമുണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്താനില്ലെന്നും K രാജൻ പറഞ്ഞു. നിങ്ങൾ പറയുന്നു, ഞാനല്ലോ പറഞ്ഞത്. റിപ്പോർട്ട് വന്നുവെന്നും അങ്ങനെ കേൾക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് കൊണ്ടുവരട്ടെ. അപ്പം അതാണ് എൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാനൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതാണ്, കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. എൻ്റെ മുമ്പിലേക്കോ കേരളത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കോ ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. സർക്കാരിൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നാൽ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ മുമ്പിലേക്കും അത് വരുന്ന സമയത്ത് ഏറ്റവും കൃത്യമായ പ്രതികരണം ആ കാര്യത്തെക്കുറിച്ച് നടത്തും.
വരുന്നതിന് മുമ്പും ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനുകൾക്ക് മുമ്പായി ആ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ പൂരത്തിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ ഊറ്റിയെടുത്തത് ആരാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ ഈ പൂരപ്പറമ്പിൽ മുണ്ടും മുളച്ചു കുത്തിച്ച് കൊല്ലം എത്രയായി നടന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗുണഫലങ്ങൾ ആരാണ് എടുത്തതെന്നും വെള്ളത്തിൽ കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചത് ആരാണെന്നും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ. പാലക്കാട് സുൽത്താൻപേട്ട പബ്ലിക് ലൈബ്രറി വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രസിദ്ധ ചിത്രകാരൻ നാരായണൻകുട്ടി താഴത്തെ വീടിന്റെ ചിത്രപ്രദർശനം നടന്നു. ഡോക്ടർ പാർവതി വാര്യർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ പി കെ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ നോവലിസ്റ്റ് അശോകൻ രാജീവം, കവി സതീഷ് കൊയിലത്ത്, മുരളി ഏകത്വ, എം റസാഖ് ബത്തേരി, ഗുരുജി ഗുരുവായൂരപ്പൻ, ലക്ഷ്മിക്കുട്ടി, ശ്രീനാഥ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ലൈബ്രറി സെക്രട്ടറി TS പീറ്റർ സ്വാഗതവും ചിത്രകാരൻ നാരായണൻകുട്ടി താഴത്തെ വീട് നന്ദിയും പറഞ്ഞു. KSSPU 34 ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി പാലക്കാട് റൂറൽ ബ്ലോക്കിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. കോങ്ങാട് GUP സ്കൂളിൽ നടന്ന പരിപാടി കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് GUPSൽ വെച്ച് നടന്ന പരിപാടി കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. KSPU ജില്ലാ കമ്മിറ്റി അംഗം P കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർമാരായ MC വാസുദേവൻ, PR രാജേശ്വരി, വൈസ് പ്രസിഡന്റ് P ദിനകരൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി KK കൗസല്യ നന്ദിയും പറഞ്ഞു. മത്സരങ്ങളിൽ 150-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് ജില്ലാ സമ്മേളനത്തിൽ വെച്ച് സമ്മാനം നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശി ശ്രീ ചെമ്മഞ്ചേരി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ പൂജകളും അഖണ്ഡ നാമജപവും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. വാടാനംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം തുടരുന്നു. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെങ്കടലായി കുളപ്പുള്ളി നഗരം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് കുളപ്പുള്ളിയിൽ പ്രൗഢഗംഭീര സ്വീകരണം. കേരളത്തിൽ VD സതീശൻ കോലി ബി ജമാഅത്തെ സഖ്യത്തിന്റെ കോർഡിനേറ്ററാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. AICCയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയെന്നും KC. ദൈവത്തിന്റെ വസ്തുക്കൾ മോഷ്ടിച്ചവരെ ദൈവം തന്നെ കൈവിട്ടെന്നും കാർഷിക മേഖലയിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്നും KC വേണുഗോപാൽ. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട് ഭരണത്തിലേറിയ ഇടതുപക്ഷം ഇപ്പോൾ മുതലാളിത്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരായി മാറിയെന്നും AICC ജനറൽ സെക്രട്ടറി. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തുന്നത് കുപ്രചരണങ്ങളെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം വെച്ച് UDF സംസ്ഥാനത്താകെ വർഗീയ പ്രചരണം നടത്തുകയാണെന്നും EN സുരേഷ് ബാബു. മൂന്നാമതും പിണറായി സർക്കാർ എന്ന ലക്ഷ്യത്തിലാണ് CPM സർക്കാരുമെന്നും എന്നാൽ പ്രതിപക്ഷം വർഗീയത എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. പൂരം കലക്കൽ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ഇതിനു പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ടെന്നും മന്ത്രി K രാജൻ. സുനിൽകുമാറാണ് പൂരം കലക്കിയതിന് പിന്നിലെന്നും ഗോപാലകൃഷ്ണൻ. കമ്മീഷണറെയും ADGPയെയും സർക്കാർ വെള്ളപൂശിയിരിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പിൻവലിക്കണമെന്നും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും താനാണ് ഒന്നാം പ്രതിയെന്ന് പറഞ്ഞാൽ പ്രതികരിക്കാനില്ലെന്നും അനാവശ്യ വിവാദമുണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്താൻ താനില്ലെന്നും മന്ത്രി K രാജൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.